മേയറായിട്ടോ MLA ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നാടകം കാണിക്കല. 100%. ഏത് വന്നാൽ ഏതിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. പറ്റുന്ന ഡ്യൂട്ടി ചെയ്യാം. ഏത് ഓടിക്കുന്ന വണ്ടിയുടെ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയിൽ 3000 രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പോയി വരുമ്പോ 3000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതു എന്തിനകത്ത് നിൽക്കുന്നത്? സഖാക്കളൊക്കെ ഇപ്പോൾ യദുവിനോടൊപ്പമാണ്. കാരണം മേയർ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് നന്നായിട്ട് സഹാക്കന്മാർക്കൊക്കെ അറിയാം. അതായത് ഒരു KSRTC ഡ്രൈവർ 715 രൂപ വേതനത്തിനായി ജോലി ചെയ്യുന്ന ഒരു KSRTC ഡ്രൈവർ, ആ ഡ്രൈവറുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കി അമ്മയും മകനെ വളർത്താനായി ഉറക്കമൊഴിച്ച് നെട്ടോട്ടം ഓടുന്ന ഒരു KSRTC ഡ്രൈവർ, ആ ഡ്രൈവറുടെ ജീവിതം ഇല്ലാതാക്കാനാണ് മേയർ അമ്മയും ഭർത്താവും MLAയും കൂടിയ സച്ചിൻ ദേവും ശ്രമിക്കുന്നത് എന്നുള്ളത് സഹാക്കന്മാർക്ക്, നല്ലവരായ കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ മേയർ അമ്മയെ തള്ളിപ്പറയുന്നത്. ആ മേയർ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ആവർത്തിച്ച് അവർ പറയുന്നത്. പല വാർത്തകളുടെയും കമൻറ്റുകളിൽ നിന്നൊക്കെ നമുക്കത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പലരും പറയുന്നത് പഴയതുപോലെ എന്തും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താൽ കണ്ടോണ്ട് നിൽക്കുന്നവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോഴത്തെ പുതിയ തലമുറ ഉൾപ്പെടെയുള്ളവർ അവർ പ്രതികരിക്കും. അവർ തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്ന്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് റോബിൻ ഗിരീഷ് പറഞ്ഞിരുന്നു, യദുവിനെ ഞാൻ ഏറ്റെടുക്കും, 3000 രൂപ ശമ്പളം യദുവിന് കൊടുക്കും. അതിൽ നിരവധി പേർ പറയുന്നത് ഇത് റോബിൻ ഗിരീഷിന് പണിയാകും, റോബിൻ ഗിരീഷിന് MBD വെറുതെ വിടില്ല, റോബിൻ ഗിരീഷിന് ഇനി പണി വരും, മാത്രമല്ല യദുവിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ വരെ സാധ്യത റോബിൻ ഗിരീഷ് യദുവിനോടൊപ്പം നിൽക്കുമ്പോൾ ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. എന്തായാലും മേയറും സച്ചിൻ ദേവും ചെയ്തത് ശരിയല്ല. യദുവിനെ ജോലി കൊടുത്ത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, യദുവിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറയുകയാണ് റോബിൻ ഗിരീഷിന്റെ വാക്കുകളിലേക്ക്. ചേട്ടാ, ഈ യദുവിന് എപ്പോ വന്നാലും ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഈ MBD ഒക്കെ ഒരിക്കൽ ചേട്ടനെ ഇതുപോലെ മാനസികമായി തളർത്തിയതും ബുദ്ധിമുട്ടിച്ചതും ഒക്കെയാണ്. നമ്മളെ കേരളക്കാരെ ഒന്നാകെ റോബിൻ ഗിരീഷിനോടൊപ്പം നിന്നൊരു സാഹചര്യമാണ് കണ്ടത്. ഇപ്പൊ ഈ യദുവിന്റെ വിഷയത്തിൽ എന്താണ് പറയുക? കാരണം ഒരു 715 രൂപയ്ക്ക് ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് പറയാനുള്ളത് എന്റെ വണ്ടി യദു ഓടിക്കുന്ന വണ്ടിയുടെ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയിൽ 3000 രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പോയി വരുമ്പോ 3000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ യദു എന്തിനകത്ത് നിൽക്കുന്നത്? അകത്തെ തന്നെ അതിൽ തൂങ്ങിയൊന്നും പറഞ്ഞ് പെൻഷൻ കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ വണ്ടി വന്ന് ഞാൻ എന്റെ വണ്ടിയെ ഡ്യൂട്ടി തന്നേക്കാം, എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ മേയറും MLA അവരിയ്ക്കുന്ന തസ്തികയുടെ വില എന്തെന്നോ മൂല്യം എന്തെന്നോ അറിയില്ല. ബൈബിളിലൊരു വചനമുണ്ട്, നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് പൊടിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത്. കാരണം മേയറായിട്ടോ MLA ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നാടകം കാണിക്കല. ഒരു ഡ്രൈവറോട് തായം കളിക്കാനുള്ള സ്ഥാനമാണോ അവര് വഹിക്കുന്നത്? ഒരു ബസ് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതാണോ? അവർക്ക് മേയർക്ക് ഒരു ഫോൺ കോള് കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ഒരു കോള് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മേയർ പറയാണ് ഇന്ന വണ്ടി ഇന്നപോലെ ഔപര്യാദ പെരുമാറി, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, അത് കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അത്രയും വലിപ്പമുള്ള ആൾക്കാർ പറയാതെ തന്നെ എന്നെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഇത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം. ഈ ഞാൻ ചോദിക്കുന്ന കോളേജിലൊക്കെ പിള്ളേര് ബസ് തടയാന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമായി പോയില്ലേ? നാണമുണ്ടെങ്കിൽ ഈ മേയറും MLAയും കൂടെ ഈ പണി കാണിക്കുമോ? ഒരു ബസ് തടഞ്ഞ് ഡ്രൈവറോട് തായം കളിക്കാനുള്ളതാണോ അവര് വഹിക്കുന്ന തസ്തിക? ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ ചേട്ടൻ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെതിരെ ഈ റോബിൻ ഗിരീഷിനെതിരെ ഈ MBD മുക്കിന് നിന്ന് റോബിൻ ഗിരീഷിനെ ബസ് തടയുന്നത്, ബസ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത്. ഇപ്പൊ MLAയും മേയറും കാണിച്ചത് സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് KSRTC ബസ് തടഞ്ഞ് വണ്ടി സീബ്ര ലൈനിലിട്ടു. ഇത് കേസെടുക്കേണ്ട ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതിനു മുന്നേ ജയിലിൽ കിടന്നേനെ. എന്നിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ MLAയ്ക്കും മേയർക്കും എന്താ കൊമ്പുണ്ടോ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത്. ജനം ചോദിക്കുന്നത് സത്യമല്ലേ? കാരണം ഇവരോട് നിയമം കയ്യിലെടുക്കാൻ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്?
അതോ KSRTC അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനോ ഈ പറഞ്ഞ MLA വല്ലല്ലോ? അപ്പൊ അതിന്റേതായ വകുപ്പിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട്, അവര് പറയട്ടെ. പിന്നെ എല്ലാത്തിനും സൂപ്പർ പവർ ഒരാളുണ്ട്, സൂപ്പർ പവർ തീരുമാനിക്കും, അത് നടപ്പിലാക്കും. എന്റെ കാര്യത്തിലും ഞാൻ അന്യായമായിട്ട് നിയമം ഇല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് അന്നിരുന്ന മന്ത്രി ഘോരം പ്രസംഗിച്ചായിരുന്നല്ലോ. ഇന്ന് ഡിസംബർ 26 മുതൽ ഇന്ന് വരെ എന്റെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. എന്നിട്ടും ഇപ്പോഴും ഞാൻ അനധികൃത സർവീസുകാരനാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ചുരുക്കത്തില് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള വിവരം ഈ പറഞ്ഞ സാറുമാർക്ക് ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ യദുവിനെ ഏറ്റെടുക്കാൻ ചേട്ടൻ തയ്യാറാണ്? 100%. യദു വന്നാൽ യദുവിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. പറ്റുന്ന ഡ്യൂട്ടി ചെയ്യാം, അല്ലാത്തന്നെ ഞാൻ അടുത്ത ആളിനെ ഇട്ടോളാം. അത് യദു അറിയേണ്ട കാര്യമില്ല. യദു വരുമ്പോൾ യദുവിന് ഡ്യൂട്ടി. പിന്നെ മാന്യമായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്നും അവന് മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്ത് എനിക്ക് വേറെ ആരുടെ ചീറ്റിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള എന്റെ സർവീസുകൾ ഞാൻ ഓടിപ്പിക്കുകയും ചെയ്യും. അതിനൊന്നും മാറ്റമില്ല.